പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി സിപിഐ തൊഴിലാളി സംഘടനകൾ. സർക്കാരിന്റെ നയങ്ങൾ തൊഴിലാളി വിരുദ്ധമെന്നാണ് പ്രധാന ഘടകകക്ഷിയുടെ പോഷക സംഘടനകളുടെ വിലയിരുത്തൽ. രണ്ടാം പിണറായി സർക്കാരിനെതിരെ നാലാം ജനകീയ സമരത്തിൽ ഒരുങ്ങുകയാണ് ജോയിന്റ് കൗൺസിലും AITUC-യും. 1996 അവസാനമായി ഒരിടത് സർക്കാരിനെതിരെ ഘടകകക്ഷിയായ CPIയുടെ തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുന്നത്. പിന്നീട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി CPI സംഘടനകളായ AITUC-യും ജോയിന്റ് കൗൺസിലും രംഗത്ത് വരുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് ഇതുവരെ 3 തവണ CPI സംഘടനകളുടെ സമരങ്ങൾ അരങ്ങേറി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ മാത്രം 2 തവണയാണ് അധ്യാപകരും ജീവനക്കാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത്. വരുന്ന 17-നാണ് സർക്കാരിനെതിരായ നാലാം ജനകീയ സമരം. 1.5 ലക്ഷം പേരെ അണിനിരത്തിയുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചിനാണ് CPIയുടെ തൊഴിലാളി സംഘടനയായ AITUC ഒരുങ്ങുന്നത്. 22-ന് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും പണിമുടക്കുന്നു. AITUC പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. KSEB-യിലും വാട്ടർ അതോറിറ്റിയിലും തുടങ്ങി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ CPI തൊഴിലാളി സംഘടനകൾ എതിർപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ പരിഹാരത്തിന് തയ്യാറായില്ല. കൂടാതെ മുന്നണി യോഗങ്ങളിൽ പോലും ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കാൻ CPM അനുവദിച്ചതുമില്ല. സർക്കാരിന്റെ അവഗണനയിൽ മനംമടുത്താണ് കൂടുതൽ ശക്തമായ സമരമാർഗങ്ങളിലേക്ക് ഇടത് തൊഴിലാളി സംഘടനകൾ തന്നെ കടക്കുന്നത്. ജനം, തിരുവനന്തപുരം.